ചൂടത്തിനാണ് നിങ്ങൾ ആരും AC ഇടാത്തെ? അയ്യോ, എന്താ മിസ്സേ? ഈ സ്വിച്ചിന് ചെറിയ ഷോക്ക് ഉണ്ട് കേട്ടോ. ആ AC റിമോട്ട് ഇങ്ങെടുത്തേ. ഇതുകൊണ്ടൊന്നും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. അതെന്താ മിസ് അങ്ങനെ? കൈകൊണ്ട് തൊട്ടപ്പോ ഷോക്ക് അടിച്ചല്ലോ, റിമോട്ട് കൊണ്ട് തൊട്ടപ്പോ ഷോക്ക് അടിച്ചില്ല. അതെന്താന്ന് നമുക്ക് നോക്കാം. വാ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്വിച്ച് ബോർഡിൽ ഒന്ന് തൊട്ടപ്പോ ഷോക്ക് അടിക്കുന്ന പോലെ ഫീൽ ചെയ്തു അല്ലേ? പക്ഷെ നമ്മൾ എന്താണ് ആ ബുക്ക് കൊണ്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്തപ്പോ എന്ത് ചെയ്തില്ല? നമുക്ക് ഷോക്ക് അടിച്ചില്ല. അതിന്റെ കാരണം എന്താണ്? ചില ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് കറണ്ടിനെ കടത്തിവിടുന്നില്ല. അങ്ങനെ കറണ്ടിനെ കടത്തിവിടാത്ത ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. കറണ്ടിനെ കടത്തിവിടുന്ന ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. അപ്പോ ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ്, ഏതൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ് എന്നൊന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദേ നോക്കിയേ. We found that metals such as copper and aluminum conduct electricity. അല്ലേ? നമുക്കറിയാം കോപ്പറും അലുമിനിയം ഒക്കെ എന്താണ്? നല്ല ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? വയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. റബ്ബർ, പ്ലാസ്റ്റിക്, വുഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അല്ലെ? ഇതൊന്നും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കറിയാലേ, ഒരാൾ ഷോക്ക് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരിട്ട് പോയാൽ ടച്ച് ചെയ്യോ? ടച്ച് ചെയ്യില്ല. പകരം എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു ഉണങ്ങിയ വുഡ് പീസ് ഒക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളെ തള്ളി താഴെയിടും. അല്ലെ? ഉണങ്ങിയത് കൊണ്ട് അയാളെ തള്ളി താഴെയിടുള്ളൂ. പച്ച വിറക് കൊണ്ട് കഴിവതും നമ്മൾ അയാളെ തള്ളി താഴെയിടാൻ നോക്കില്ല. അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കഴിവതും ടച്ച് ചെയ്യാനായിട്ട് നോക്കില്ല. ഇനി നോക്കിക്കേ, ഗ്ലൂ ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ, നമ്മളൊരു ഉണങ്ങിയ വിറക് കൊണ്ടായിരിക്കും അയാളെ എന്ത് ചെയ്യുക? അടിച്ചു വീഴ്ത്താനായിട്ട് നോക്കുള്ളൂ. നനഞ്ഞത് കൊണ്ട് ടച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊരു സംശയം, ഈ ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമോ ഇല്ലയോ? അങ്ങനൊരു സംശയം തോന്നിയോ? ഇനി കുറെ പേരുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ഇതിന്റെ ഒരു ആൻസർ ഉണ്ടാവും. കണ്ടക്ട് ചെയ്യുമെന്ന് കുറെ പേര് പറയും, കുറെ പേര് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ, അതായത് pH 7 ഉള്ള വാട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമോ? ചെയ്യില്ല. അല്ലേ? പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. ബട്ട് അസിഡിക് നേച്ചർ ഉള്ളത്, അതായത് അസിഡിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? The pH is less than 7. അല്ലേ? അപ്പോ 7-നേക്കാളും pH കുറഞ്ഞത് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിയെ കടത്തി വിടും. അപ്പൊ ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കേ. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, അതേപോലെ എന്താണ് ഒരു ടെസ്റ്റർ ഉണ്ട്, അതേപോലെ ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ട്. രണ്ടാമത്തതിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ ഈ ബാറ്ററിയുടെ ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഇതൊരു ടെസ്റ്റർ ആണ്, ഇതിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതും ഇതിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തൊരു മെറ്റീരിയലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ബാറ്ററിയിൽ നിന്നുള്ള ആ ഒരു ഇലക്ട്രിസിറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ബൾബ് ലൈറ്റൻ ചെയ്യുകയും, ഇവിടെ എന്താണ് പുവർ കണ്ടക്ടർ ആയതുകൊണ്ട് ബൾബ് ലൈറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടക്ടറും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചും എന്തിനാണ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നവരെ എന്താണ് ഈ പറയുന്ന കണ്ടക്ടേഴ്സും, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്തവരെന്താണ്? ഇൻസുലേറ്റേഴ്സുമാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി അപ്പൊ ഈ പോസ്റ്റർ കണ്ടല്ലോ, 9ാം ക്ലാസ്സില് ഇത്രയും കാലമൊക്കെ ചിലപ്പോൾ ഒന്ന് ഉഴപ്പിയൊക്കെ നടന്നു കാണും. 9ാം ക്ലാസ്സിലായിരിക്കും നന്നായിട്ടൊന്ന് പഠിച്ചു തുടങ്ങുക. കാരണം എന്താണ്? അടുത്ത വർഷം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതണമല്ലോ. അപ്പോൾ 9ാം ക്ലാസ് മുതൽ ശരിക്കും പറഞ്ഞാൽ നല്ല ബേസിക്സിൽ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒട്ടും ആയാസമില്ലാതെ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ടീച്ചറുടെ കൃത്യമായിട്ടുള്ള കെയറിങ്ങിൽ ക്ലാസ്സസ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കും. അല്ലെ? നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ബസ്സിൽ കയറണം, അങ്ങനെയുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ്ങിന്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ
ഒരു ക്ലാസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ടീച്ചർ കളിയാക്കുമോ, അങ്ങനെയൊക്കെയുള്ള പല ഗിൽറ്റിനെസ്സും കൊണ്ട് പലതും ചോദിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഇൻഡിവിജ്വൽ സെഷനിൽ ഉണ്ടാവില്ല. നിങ്ങളെ വളരെ കെയർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഫീസ് ആണെങ്കിലോ വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പം CBSEയിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻസ് നമുക്കുണ്ട്. അതേപോലെ നവോദയയുടെ ക്ലാസ്സസ് എല്ലാം നമുക്കുണ്ട്. നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കി ക്ലാസ് കണ്ടാലോ? അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് നോക്കിക്കേ. ഡ്യൂ ടു ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് ദ ഫിലമെന്റ് ഓഫ് ദ ബൾബ് ഗെറ്റ് ഹീറ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്ലോയിങ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബൾബ് കത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു ബൾബ് കത്താനായിട്ട് എന്താണ്, ഒരു ഇലക്ട്രിസിറ്റി അല്ലെ, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഈ ബൾബിൽ ഇവിടെ എത്തുകയാണ്. ഇത് നമ്മളുടെ ബൾബാണ്. ഈ ബൾബിൽ അവിടെ എത്തുമ്പോൾ എന്താണ്, ആക്ച്വലി ഈ ബൾബിനകത്ത് എന്താണുള്ളത്, ഫിലമെന്റ് ഉണ്ട് അല്ലെ. ബൾബിന്റെ ഫിലമെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്, ടങ്സ്റ്റൺ കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എന്താണ്, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ എനർജി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ലൈറ്റ് അവിടെ കത്തുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ കറന്റ് ദ ഫിലമെന്റ് ഓഫ് ദ ബൾബ് ഗെറ്റ് ഹീറ്റഡ് ടു എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്ലോയിങ് അല്ലെ. അവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണ്, ഈ ഒരു ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റിന് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് അവിടെ ആക്ച്വലി എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക, ഇവിടെ ഒരു വെസലിനകത്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ലെമൺ ജ്യൂസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു pH 7 ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഗുഡ് ഇൻസുലേറ്റർ ആന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അത് എന്താണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല. പക്ഷെ അസിഡിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഇഷ്ടമാണ് ഇലക്ട്രിസിറ്റിയൊക്കെ കടത്തിവിടാനായിട്ട്. അതേപോലെ തന്നെ എന്താണ്, ആൽക്കലൈൻ സൊല്യൂഷൻസിനും എന്താണ്, ഇലക്ട്രിസിറ്റീനെയൊക്കെ കടത്തിവിടാൻ വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമോ? ആക്ച്വലി ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാലും എന്താണ്, ഒരു വീക്ക് കണ്ടക്ടർ തന്നെയാണ് കേട്ടോ, വീക്ക് കണ്ടക്ടർ ആണ്. കാരണം എന്താണ്, വലിയ അസിഡിക് അല്ല, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനിഗർ എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ആസിഡിന്റെ പ്രസൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാം വീക്ക് ആസിഡ്സ് ആണ്. ആ വീക്ക് ആസിഡ്സ് ആയതുകൊണ്ടും അവരെന്ന് പറയുന്നത് അത്ര ഗുഡ് കണ്ടക്ടേഴ്സ് ഒന്നും അല്ല. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ വിനിഗർ അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ് ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത്. അപ്പൊ റിസൾട്ട് എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. എന്നിട്ട് ഇത്തരം കൂടുതൽ ക്ലാസ്സസ് കാണാനായിട്ടും വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സ്കൂൾ ന്യൂസസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വേറൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്